ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്കിൽ സൂര്യൻ അസ്തമിക്കുന്നു. ആകാശം ചുവപ്പ് നിറത്തിൽ മിന്നുന്നു. വിശാലമായ പുല്ലുപടർന്ന മൈതാനത്ത് ഒരു സിംഹക്കൂട്ടം ഇരതേടി നടക്കുന്നു. ഒരു ആൺസിംഹവും 5 പെൺസിംഹങ്ങളുമാണ് ഈ കൂട്ടത്തിൽ. ആൺസിംഹത്തിന്റെ സ്വർണ്ണനിറത്തിലുള്ള കുറ്റിമുടി കാറ്റിൽ ആടുന്നു. അവൻ മുന്നിൽ നടക്കുമ്പോൾ പെൺസിംഹങ്ങൾ അവന്റെ പിന്നാലെ, കണ്ണുകൾ തിളങ്ങി, ഇരയുടെ ലക്ഷണങ്ങൾ തേടുന്നു. ഗിർ വനം ജൈവവൈവിധ്യത്തിന് പേര് കേട്ടതാണ്, പക്ഷേ വേട്ടക്കാരുടെ അപകടവും ഇവിടെയുണ്ട്. വനത്തിന്റെ ആഴങ്ങളിൽ വേട്ടക്കാർ മാൻ പിടിക്കാൻ ഉറപ്പുള്ള കെണികൾ വെക്കാറുണ്ട്. സിംഹങ്ങൾ ഇതൊന്നും അറിയാതെ ശാന്തമായി മുന്നോട്ട് നടക്കുന്നു. പെട്ടെന്ന് ആൺസിംഹം ഒരു വിചിത്രമായ മണം കിട്ടി കൂട്ടത്തിൽ നിന്ന് മാറി ചുറ്റും നോക്കുന്നു. അപ്പോഴാണ് അവന്റെ കാൽ ഒരു ഉരുക്കു കെണിയിൽ കുടുങ്ങുന്നത്. കെണിയുടെ പിടി വേദനിപ്പിക്കുന്നു. ആൺസിംഹം വലിയൊരു അലർച്ച മുഴക്കുന്നു. പെൺസിംഹങ്ങൾ ഞെട്ടി അവന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അവർ അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. കണ്ണുകളിൽ ആശങ്ക. ആൺസിംഹം കാല് വലിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ മുറിവ് കൂടുതൽ വഷളാകുന്നു. അവന്റെ അലർച്ച പതിയെ വേദനയുടെ ഞരക്കമായി മാറുന്നു. മാനിനു വേണ്ടി വെച്ച കെണി ശക്തമാണ്, എളുപ്പം തുറക്കാൻ പറ്റില്ല, സമയം കടന്നുപോകുന്നു. ആൺസിംഹം ശക്തി നഷ്ടപ്പെട്ട് കിതച്ച് കിടക്കുന്നു. പെൺസിംഹങ്ങൾ അവനെ വിട്ടുപോകുന്നില്ല. അവർ അവന്റെ ചുറ്റും കൂടി മുറിവ് നക്കി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ അവിടെ തന്നെ നിൽക്കുന്നു. വനം ഓറഞ്ച് നിറത്തിൽ മൂടപ്പെടുന്നു. കാറ്റ് മരങ്ങളിലൂടെ ശബ്ദിക്കുന്നു. പെട്ടെന്ന് ഒരു വാഹനത്തിന്റെ ശബ്ദം നിശബ്ദഭേദിക്കുന്നു. അത് രാജേഷിന്റെ ജീപ്പാണ്, പാർക്കിലെ റേഞ്ചർ. ദിവസവും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി അവൻ ഒരു റൗണ്ട് ചെയ്യാറുണ്ട്. ഒരു നേരിയ അലർച്ച കേട്ട് അവൻ ജീപ്പ് നിർത്തി പരിശോധിക്കാൻ ഇറങ്ങുന്നു. അവിടെ കെണിയിൽ കുടുങ്ങിയ ആൺസിംഹത്തെ കണ്ട് അവൻ ഞെട്ടുന്നു. പിന്നിൽ 5 പെൺസിംഹങ്ങൾ അവനെ ജാഗ്രതയോടെ നോക്കുന്നു. രാജേഷ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ഇത് വേട്ടക്കാർ മാൻ പിടിക്കാൻ വെച്ച കെണിയാണെന്ന് അവന് മനസ്സിലാകുന്നു. ഇരുട്ട് വീഴുന്നു. സഹായത്തിന് ആളെ വിളിക്കാൻ സമയമില്ല. ഇപ്പോൾ രക്ഷിച്ചില്ലെങ്കിൽ വേട്ടക്കാർ തിരിച്ചെത്തി സിംഹത്തെ കൊല്ലും. ധൈര്യം സംഭരിച്ച് രാജേഷ് ഒരു ട്രാങ്ക്വിലൈസർ ഗൺ തയ്യാറാക്കുന്നു. പതിയെ നടന്ന് കൈകൾ ഉയർത്തി തനിക്ക് ദോഷം വരുത്താനുള്ള ഉദ്ദേശമില്ലെന്ന് കാണിക്കുന്നു. പെൺസിംഹങ്ങൾ മുരളുന്നു, പക്ഷേ ആക്രമിക്കാൻ വരുന്നില്ല. ആൺസിംഹം തന്നെ സഹായിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയ പോലെ ഞെരങ്ങുന്നത് നിർത്തുന്നു. രാജേഷിന്റെ ശരീരം പേടിയിൽ വിയർക്കുന്നു. അവൻ ഗൺ മാറ്റിവെച്ച് കെണി നേരിട്ട് അഴിക്കാൻ തീരുമാനിക്കുന്നു. സിംഹത്തിന്റെ കാൽ വീർത്തിരിക്കുന്നു. രക്തം ഒലിക്കുന്നു. വേദനാജനകമായി തോന്നുന്നു. അവൻ ഒരു ആഴമായ ശ്വാസം എടുത്ത് സിംഹത്തിനടുത്തേക്ക് നീങ്ങുന്നു. പെൺസിംഹങ്ങൾ ചെറുതായി ചലിക്കുന്നു. എന്തും ചെയ്യാൻ തയ്യാറായി. രാജേഷ് മൃദുവായി സംസാരിക്കുന്നു. പേടിക്കേണ്ട, ഞാൻ സഹായിക്കാമേ എന്ന് അവർക്ക് മനസ്സിലാകില്ലെങ്കിലും. അവന്റെ കൈകൾ വിറയ്ക്കുന്നു. തണുത്ത ഉരുക്കു കെണിയിൽ തൊടുമ്പോൾ കെണി സിംഹത്തിന്റെ കാലിൽ ശക്തമായി പിടിച്ചിരിക്കുന്നു. ചെങ്ങല ഒരു വശത്ത് കുരുങ്ങിയിരിക്കുന്നു. അവൻ പരമാവധി ശക്തി ഉപയോഗിച്ച് കെണിയുടെ ഉരുക്കു ജോയിന്റുകൾ അഴിക്കാൻ ശ്രമിക്കുന്നു. സമയം നിന്ന പോലെ തോന്നുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ആൺസിംഹം ഇടയ്ക്ക് വേദനയിൽ ശബ്ദിക്കുന്നു, പക്ഷേ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. 5 പെൺസിംഹങ്ങളിൽ 4 അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു, പക്ഷേ മുൻനിന്ന ഒരു പെൺസിംഹം അവരെ തടയുന്നു. അവരുടെ കണ്ണുകൾ രാജേഷിനെ പകുതി സംശയത്തോടെയും പകുതി വിശ്വാസത്തോടെയും നോക്കുന്നു. ഏകദേശം 15 മിനിറ്റിന്റെ പോരാട്ടത്തിനൊടുവിൽ രാജേഷ് കെണി അഴിക്കുന്നു. ആൺസിംഹം ഒരു ശക്തമായ അലർച്ച മുഴക്കുന്നു, വേദനയിൽ നിന്നുള്ള ആശ്വാസം പോലെ. മുറിവിൽ നിന്ന് രക്തം ഒലിക്കുന്നുണ്ട്, പക്ഷേ അവൻ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. രാജേഷ് കെണി എടുത്ത് ഓടി ജീപ്പിന്റെ പിന്നിൽ വെക്കുന്നു. പിന്നെ ഒരു എമർജൻസി മെഡിക്കൽ കിറ്റുമായി തിരിച്ചെത്തുന്നു. അവൻ മുറിവ് അണുവിമുക്തമാക്കി പഞ്ഞി ഉപയോഗിച്ച് രക്തം തുടയ്ക്കുന്നു. പെൺസിംഹങ്ങൾ അവന്റെ പ്രവൃത്തി വിശ്വാസം വരാതെ നോക്കി നിൽക്കുന്നു. രാജേഷ് വേട്ടക്കാരെ മനസ്സിൽ ശപിച്ചുകൊണ്ട് മുറിവ് ബാൻഡേജ് ചെയ്യുന്നു. സിംഹത്തിന് കൂടുതൽ വേദന ഉണ്ടാകാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കുന്നു. പേടി ഉണ്ടെങ്കിലും അവൻ ഈ ജോലി ഹൃദയം കൊണ്ട് ചെയ്യുന്നു. ആൺസിംഹം ശാന്തമായി കിടക്കുന്നു. ശ്വാസം പതിയെ സാധാരണ നിലയിലാകുന്നു. രാജേഷ് ഒരു ലഘുവായ ഉത്തേജക മരുന്ന് കുത്തിവെക്കാൻ തീരുമാനിക്കുന്നു. അത് വേഗം സുഖം പ്രാപിക്കാൻ സഹായിക്കും. സൂചി തൊലിയിൽ തൊടുമ്പോൾ സിംഹം ഒന്ന് ഞെട്ടുന്നു, പക്ഷേ ആക്രമിക്കുന്നില്ല. സിംഹങ്ങൾ ശാന്തമായി നോക്കി നിൽക്കുന്നതിൽ രാജേഷ് നന്ദി പറയുന്നു. ആകാശം ഇരുണ്ടുവരുന്നു. തണുത്ത കാറ്റ് വനത്തിലൂടെ വീശുന്നു. രാജേഷ് വേഗം ഉപകരണങ്ങൾ ഒതുക്കി ജീപ്പിലേക്ക് മടങ്ങുന്നു. അവന്റെ ഹൃദയം ആവേശത്തോടെ ഇടിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആൺസിംഹം ബാൻഡേജ് ചെയ്ത കാലുമായി കിടക്കുന്നു. 10 മിനിറ്റിനുള്ളിൽ മരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. സിംഹം പതിയെ എഴുന്നേൽക്കുന്നു. അസ്ഥിരമായി നടക്കാൻ ശ്രമിക്കുന്നു. പെൺസിംഹങ്ങൾ ഉടനെ അവന്റെ അടുത്തേക്ക് വരുന്നു, ചുറ്റും കൂടുന്നു.
എല്ലാവരും ഒരു ആശ്വാസശ്വാസം വിടുന്നു അവന്റെ നടത്തം കണ്ടപ്പോൾ. രാജേഷ് ദൂരെ നിന്ന് എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ നോക്കുന്നു. ആൺസിംഹം തലതിരിച്ച് ഒരു ശാന്തമായ നോട്ടത്തോടെ അവനെ നോക്കുന്നു. ആ നിമിഷം അവർക്കിടയിൽ ഒരു അദൃശ്യമായ ബന്ധം തോന്നുന്നു. രാജേഷ് സിംഹങ്ങളോട് യാത്ര പറഞ്ഞ് പതിയെ പിന്മാറുന്നു. ജീപ്പിന്റെ എഞ്ചിൻ ശബ്ദം നിശബ്ദത ഭേദിക്കുന്നു. അവൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുന്നു. സിംഹക്കൂട്ടം അവന്റെ വണ്ടി അപ്രത്യക്ഷമാകുന്നതുവരെ നോക്കി നിൽക്കുന്നു. സൂര്യാസ്തമനം മങ്ങി ഗിർ വനം നിശബ്ദമായ രാത്രിയിൽ മുഴുകുന്നു. ആ ദിവസം മുതൽ സിംഹത്തെ രക്ഷിച്ച ഓർമ്മ രാജേഷിന്റെ മനസ്സിൽ കൊത്തിവയ്ക്കപ്പെട്ടു. ഓരോ വൈകുന്നേരവും പട്രോളിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവൻ ആ സ്ഥലത്ത് നിന്ന് കാറ്റിന്റെയും പ്രകൃതിയുടെയും ശബ്ദങ്ങൾ കേൾക്കും. ഒരു ദിവസം അവൻ ദൂരെ നിന്ന് ആൺസിംഹത്തെ കാണുന്നു. അവൻ അടുത്തേക്ക് വരുന്നില്ല, പക്ഷേ ജീപ്പിനെ നോക്കി നിൽക്കുന്നു. പെൺസിംഹങ്ങൾ കുറ്റിക്കാറ്റിൽ ഒളിഞ്ഞ് ജാഗ്രതയോടെ നോക്കുന്നു. രാജേഷ് പുഞ്ചിരിക്കുന്നു. അവന് മനസ്സിലാകുന്നു ഇത് തനിക്ക് നന്ദി പറയുന്ന ആ സിംഹമാണ്. അടുത്ത ദിവസവും സിംഹം ജീപ്പിനെ ഏകദേശം 5 കിലോമീറ്റർ പിന്തുടരുന്നു, പിന്നെ നിന്ന് കുറ്റിക്കാറ്റിൽ മറയുന്നു. രാജേഷ് ഇതിനെ ഒരു സമാധാന സൂചനയായി കാണുന്നു. അവൻ തോന്നുന്നു ഇത് സിംഹത്തിന്റെ നന്ദി പ്രകടിപ്പിക്കൽ രീതിയാണ്. പതിയെ ഇത് ഒരു ശീലമായി മാറുന്നു. ഓരോ ദിവസവും സിംഹത്തിന്റെ വിശ്വാസം നിറഞ്ഞ നോട്ടം കാണുമ്പോൾ രാജേഷിന് സന്തോഷം തോന്നുന്നു. ഇത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധത്തിന്റെ തെളിവാണ്.